തെറ്റും ശരിയും തമ്മിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വൻ പോരാട്ടത്തിലേക്ക് പോയേക്കാം. ഇന്ന് നമ്മുടെ സർവമാന പത്രങ്ങളിൽ ഒരു വാർത്ത വന്നല്ലോ. അതേപ്പറ്റി അതിന്റെ സത്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് വരുന്നത്. രണ്ടു പക്ഷവും മനസ്സിലാക്കണം. എന്നാൽ പല വാർത്താ മാധ്യമങ്ങളും ഒരു പക്ഷം മാത്രം ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അതേക്കുറിച്ചാണ് നിങ്ങളൊന്ന് എന്നെ ഒരു 6 മിനിറ്റിനിൽ എന്നെ കേൾക്കേണ്ടി വരും. നിർബന്ധമായിട്ടൊന്ന് കേൾക്കണം. കാരണം ഒരു നാണയത്തിന്റെ 2 വശവും മനസ്സിലാക്കണം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പല പ്രാവശ്യവും ഞങ്ങൾ പറഞ്ഞേക്കണത്, ആകെ സിനഡ് തീരുമാനിച്ച, മാർപ്പാപ്പ അംഗീകരിച്ച, മാർപ്പാപ്പ ലൈവായി പറഞ്ഞ ആ ഒരൊറ്റ കാര്യം, അത് എല്ലാവരും നടപ്പാക്കണമെന്ന് പറഞ്ഞേക്കണേ. എന്താ? കുർബാന. ആ കുർബാന നടപ്പാക്കിയിട്ട് നമ്മൾ ഈ സമരങ്ങളൊക്കെ പിൻവലിക്കും. അല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യത്തിനകത്തില്ല, ഒരു കള്ളത്തരം ഇതിനകത്തില്ല. പിന്നെ എന്തിനാ ഈ നമ്മുടെ കെട്ടുകയറാൻ നടക്കണ ചില അച്ഛന്മാര്, വിമത അച്ഛന്മാര്? ഒരു അർത്ഥമില്ല അതിനകത്തൊന്നും. നമ്മുടെ സഭയെ സംബന്ധിച്ച് കുറെ അർത്ഥസത്യങ്ങൾ ഇപ്പൊ ചിലരൊക്കെ എഴുന്നള്ളിച്ചല്ലോ. കുറച്ചു മുമ്പ് ഒരു 5-8 മണിക്കൂർ മുമ്പ് ഈ ഒരുത്തൻ ഈ സഭയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഇട്ടിക്കണ്ണിയില്ലേ, അവൻ സൗണ്ട് സിസ്റ്റത്തിലൂടെ പല സ്ഥലത്തും പല പള്ളികളിലും ഒക്കെ മോശമാക്കിയിട്ടുണ്ട്. കിഴക്കമ്പലം പള്ളിയിലൊക്കെ ഇപ്പോൾ സൗണ്ട് പോലും കേൾക്കാം, അങ്ങോട്ട് അടുക്കാൻ പാടില്ലാത്ത രീതിയാണ്. അത് നമ്മുടെ അങ്കമാലി അടുത്തും പല പള്ളികളിലും അങ്കമാലിയിലും ഒക്കെ അങ്ങേർക്ക് വരാൻ പറ്റാത്ത കണ്ടീഷനായി. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി അവിടെ സൗണ്ട് പോല, കുർബാനയും മര്യാദയ്ക്ക് കാണാൻ പറ്റൂല. ആളുകൾ തൊട്ടടുത്ത പള്ളികളിലൊക്കെ വേറെ പള്ളികളിൽ പോവാ, ലത്തീൻ പള്ളിയിലൊക്കെ പോവാ, യൂദാപുരത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ നമ്മുടെ സഭയെ കാർന്ന് മാത്രം ജീവിക്കുന്ന ഒരു പണിയും വേറെ എടുക്കൂല. അങ്ങനെ വെറുതെ പ്ലാവിലെ കച്ചവടക്കാരൻ ഇപ്പൊ കോടിക്കണക്കിന് കാശുണ്ടാക്കിയില്ലേ, വലിയ വലിയ എക്സിക്യൂട്ടീവ് കാറിൽ നടക്കണം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 1.5 കോടി രൂപയുടെ കട, 1 സെന്റ് ഭൂമി പോലും വിൽക്കാതെ ജപ്തി കടക്ക് മാറ്റി. അങ്ങനെയൊക്കെ ഉള്ളവൻ നമ്മുടെ സഭയെ നശിപ്പിക്കാൻ നടക്കുക. എവിടെന്നേ കാശ് കിട്ടി? ഇതൊക്കെ പോട്ടെ, നമ്മളിതൊന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ആളുകൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇത് സത്യമല്ല എന്ന് വിചാരിക്കുന്ന കുറെ പക്ഷം പാവപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരും ഒന്നും അറിയണ്ടേ, നമുക്കൊന്നും അറിയണ്ട, നമുക്ക് ദൈവം ഒന്നും കേൾക്കണ്ട എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരോട് വേണ്ടിയിട്ടല്ല പറയണേ, അവർ ചൂകാകാനും പോണില്ല. എന്നാലും സത്യത്തെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഏതാണ്ട് 80% ആളുകൾ നമ്മുടെ സത്യവിശ്വാസികളായിട്ടുണ്ട്. അവരൊന്നും അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാ. നമ്മുടെ അവനൊക്കെ ഈ AC റൂമിൽ ആ AC ഒക്കെ കണ്ടോ? AC യിലിരുന്ന് വലിയ സ്റ്റുഡിയോ ഒക്കെ ചെയ്താണ് എല്ലാ ദിവസവും. വീടൊക്കെ ഭയങ്കര ACയും കാര്യങ്ങളൊക്കെ. എന്തുണ്ടായെന്ന് നമുക്കൊക്കെ അറിയാം. നമുക്ക് അതൊന്നുമില്ല. നമ്മൾ സാധാരണ കണ്ടീഷനിലുള്ള കുറെ ആളുകൾക്ക് അതിന് കാശും ചെലവ് ചെയ്ത് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി, വിശ്വാസം സംരക്ഷിക്കണമെന്ന് പല പ്രാവശ്യം സർക്കുലർ വന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ വേറെ ഒരു ആക്ഷേപവും നമ്മൾ ഉന്നയിക്കണില്ല. പറയുന്നതൊക്കെ ശുദ്ധക്കള്ള. ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ 10-ാം തീയതി മുതൽ എന്നും പ്രാർത്ഥനയുമായി രാവും പകലും പങ്കെടുക്കുന്നവനെ ഞാൻ ഈ എറണാകുളം ബസിലിക്കയിലേ. അവിടെ എന്നും പങ്കെടുക്കേണ്ട ഒരു കുഴപ്പം അവിടെ ഇല്ല. അവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, യാമപ്രാർത്ഥനയും കൊന്തയിലും മാത്രമേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന ഇന്നിപ്പോ ആ വീഡിയോയിലൊക്കെ കുറച്ചു മുമ്പ് അവൻ പറഞ്ഞേക്കണം കേട്ടോ, വളരെ സത്യത്തിന് നിരക്കാത്ത മ്ലേച്ഛമായ രീതിയിൽ സഭാവിശ്വാസികളെ ആക്ഷേപിക്കുക തീർച്ചയായിട്ടും തെറ്റണം. നമ്മുടെ അവിടെ ആരൊക്കെ കിടക്കണേ, പലരും ആ മണ്ണിൽ ജനിച്ചവരാണ്, എറണാകുളത്തിന്റെ മണ്ണിൽ ജനിച്ചവര്. അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കല്, അതുപോലെ ജോയൽ അവിടുത്തെ ട്രസ്റ്റി, സീലിയ, പിന്നെ ആന്റണി, അതുപോലെ ജിമ്മി, അങ്ങനെയുള്ള ആളുകൾ അവിടെ കിടക്കണേ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. വളരെ കൈവരലും എണ്ണാവുന്നവരാ, വേറെ ഇടവേന്നുള്ളൂ. പിന്നെ ഈ മുതിരേന്തി വക്കീലിന്റെ പേരെപ്പോഴും പറയണേ. അദ്ദേഹം 10-30 കൊല്ലമായിട്ട് എറണാകുളത്ത് വന്ന് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്, എറണാകുളം മുഴുവൻ അറിയപ്പെടുന്ന ആളാ. അദ്ദേഹം ഇപ്പൊ അവിടെ ഒരു ദിവസം 2-3 ദിവസം കിടന്നപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാ അവിടെ CCTV ഇട്ടത്? അത് എന്ത് തെറ്റാ ചെയ്യണേ? എന്റെ മറ്റൊരു പള്ളിയിലേ നമ്മള് ഈ ചങ്ങനാശ്ശേരിക്കാരനൊക്കെ ഞങ്ങൾ കൈക്കാരനാക്കിയിട്ടുണ്ട്. മാത്യു ചെന്നാൻ വളരെ മാന്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഏത് നാട്ടിൽ നിന്ന് വന്നോട്ടെന്ന്, ഇത് എന്ത് പറയുന്നതിൽ എന്തല്ലോ, ഏത് നാട്ടിൽ നിന്ന് വന്നാലും കത്തോലിക്ക സഭയില് മാമോസ് മുങ്ങിയാണോ?
അവന് അവിടെ ഭാരവാഹിയാവാം, എന്ത് പ്രവർത്തിക്കാം. ഏത് പള്ളിയിലും ചെന്ന് നമുക്ക് കുർബാന കാണാം. അവിടത്തെ മാത്രം ആ മണ്ണിന്റെ മക്കളവാദം അവിടെ മാത്രം ഉള്ളെന്ന് ഇപ്പൊ ഒരു PR അച്ഛൻ പറഞ്ഞല്ലോ. അത് എന്ത് വിവരക്കേടാ അച്ഛൻ പറയണേ? എന്തെങ്കിലും സത്യം ഉണ്ടോ അതിനകത്ത്? പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ അച്ഛൻ പറയുന്നതിൽ? അച്ഛനെ 12 കൊല്ലം എന്തിനവിടെ പഠിച്ച? അച്ഛൻ എന്തിനവിടെ ഡോക്ടറേറ്റ് കിട്ടിയ? കത്തോലിക്ക സഭയില് മാമോദിസ മുങ്ങിയവന് ഏത് പള്ളിയിലും പോകാം. അവന് ശുദ്ധിയുണ്ടെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ കുർബാനയും സ്വീകരിക്കാം. അതാണ് നിയമം. ഇപ്പൊ ഈ തൃപ്പൂണിത്തറയിലുള്ള ആൾക്കാരെ, അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആ മണ്ണിൽ ജനിച്ചവരാണോ? അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ പല ഭാഗത്തും വന്നവർ അവിടെ ഇല്ലേ? തൃപ്പൂണിത്തറയിലില്ലേ? അതിനകത്ത് എന്താ കുഴപ്പം? ഇപ്പൊ എന്റെ നാട്ടിൽ ഒരുപാട്, അതിന്റെ 10% 20% ഞങ്ങൾ ഗ്രാമീണ പ്രദേശമാണ്. ഇവിടെ പുറത്തുനിന്ന് വന്ന ആളുകൾ താമസിക്കേണ്ടത്. എന്നിട്ട് അവരെ ആരെങ്കിലും നമ്മൾ കുറ്റം പറയണ്ടോ? അവരും വന്നോട്ടെ കമ്മിറ്റിയിൽ, അവരും പ്രവർത്തിക്കട്ടെ. ഇതിനാ ഇപ്പൊ ചങ്ങനാശ്ശേരിക്കാരനോട് കുഴപ്പമെന്ന് പറയണം. ചങ്ങനാശ്ശേരി എന്താ പാകിസ്ഥാനാ? എന്തൊരു വിരോധാഭാസം. ഒക്കെ ചങ്ങനാശ്ശേരിക്ക്. ഇന്നലെ അവിടെ കുറെ പേര് 13 ഡീക്കന്മാരുടെ അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനയക്കുന്നവരുടെ ബന്ധുക്കൾ അവിടെ വന്നു. അവിടെ വന്നപ്പോ ഈ താൽക്കാലിക ആൾക്കാരെയാണല്ലോ അപ്പുറത്തുണ്ടാക്കിയണേ. യഥാർത്ഥ ആൾക്കാരെയിൽ ഞങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ 100-200 പേരുണ്ട്. അവിടെ ടെമ്പററി ആയിട്ട് ഒരു ആൾക്കാരെ ഉണ്ടാക്കിയത് വത്തിക്കാനെ പറ്റിക്കാൻ വേണ്ടി. അത് ബസിലിക്കാണെന്ന് പറഞ്ഞ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് 10-22 ലക്ഷം രൂപ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരുണ്ടാക്കി പള്ളി തിരുമുറ്റത്ത് തന്നെ ബസിലിക്കയിലെ കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശുദ്ധ തോന്നിയാവാസമാണ് മാർ പാമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തില് അവിടെ നടത്തപ്പെട്ടത്. അതല്ലേ തെറ്റ്? അപ്പൊ രണ്ടും ശരിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലതരത്തിലും അവർ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ തൃപ്പൂണിത്തറക്കാർ കുറച്ച് പേരൊക്കെ വന്ന മറ്റേ ഷൈജു ആന്റണിയുടെ അനിയനൊക്കെ വന്ന ആളെ ജനലിക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കി തല്ലാനും ബഹളവും കൂക്കി വിളിച്ച് തെറിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും അനങ്ങിയില്ലല്ലോ. അവിടെ ACPയും CA ഒക്കെ അവരെ പിടിച്ച് കൂട്ടി കൊണ്ടുപോയി തള്ളി മാറ്റുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങളെ വന്ന് തെറി പറഞ്ഞു. പച്ച പുളിച്ച തെറിയാ ഞങ്ങളെ പറഞ്ഞത്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എന്ത് മലീമസമാക്കി? നിങ്ങളൊക്കെ ചെയ്ത തെറ്റിനെ നിങ്ങളെ പിടിച്ച് പണ്ടേ ഞങ്ങളെ കൽത്തുറങ്കിൽ അടക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ടോ? എന്തൊക്കെ നിങ്ങൾ ഈ സഭയിൽ കാണിച്ചു കൂട്ടിയത്? പല പ്രാവശ്യം കൽപ്പനകൾ കീറുന്നു, സർക്കുലർ കത്തിക്കുന്നു, പല കാലഞ്ചേരി പിതാവിനെ ആക്ഷേപിക്കുന്നു, അവിടെ നിരാഹാരം കിടക്കുന്നു, കട്ടിൽ സമരം നടത്തുന്നു, അതുപോലെ തന്നെ മെത്രാന്മാരെ കോലം കത്തിക്കുന്നു, ബോസ്കോ പിതാവിനെ ചെരുപ്പിനെറിയുന്നു, അതുപോലെ വത്തിക്കാൻ പ്രതിനിധി സിറിൽ വാസിൽ പിതാവിനെ നിങ്ങൾ എന്താ ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ വീഡിയോ വേണം. ആ വാസിൽ പിതാവ് നമ്മുടെ യഥാർത്ഥ മാർപ്പാപ്പ വരുന്ന പോലെ നമ്മുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുമ്പോ ആ വാസിൽ പിതാവിനെ നിങ്ങള് കുപ്പിക്കെറിഞ്ഞില്ലേ? വീഡിയോ വേണം ആർക്കെങ്കിലും? ഞാൻ അയച്ചത് എന്റെ PR വെച്ച. അപ്പൊ ഇത്രയൊക്കെ തോന്നിയാവസം വേണ്ട. നമ്മുടെ ഈ കൈപ്പട്ടൂര് പള്ളി, ഞങ്ങളുടെ തൊട്ടടുത്ത ഈ കൈപ്പട്ടൂര് പള്ളി, ഈ കൈപ്പട്ടൂരിൽ ഇരുന്ന എല്ലാവരും വിമതരും സർവരാധരണീയനായ ജീവിച്ചിരിക്കുന്ന വിശുദ്ധനായ ജോൺ തോട്ടുമുറ അച്ഛനെ നിങ്ങൾ സർക്കാരിൽ കയറി ചവിട്ടി എറിഞ്ഞിട്ട് എന്ത് കേസെടുത്ത എന്റെ PR വെച്ച? നിങ്ങൾ ആ ജെറിപ്പാലത്തിൽ ഇപ്പോഴും സംരക്ഷിക്കാല്ലേ? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? കണ്ണടച്ച് ഇരുട്ടാക്കാണ് ഇവിടെ. ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സത്യമായിട്ടും കുർബാന നടപ്പിലാക്കാൻ വേണ്ടി. ഞങ്ങളോട് കുർബാനയെ പരിപോഷിക്കണമെന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ തന്നെയല്ലേ ഞങ്ങൾക്ക് തന്നത്? ഞങ്ങൾ ആരും ഉണ്ടാക്കിയതല്ലല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള കുർബാന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലോ. അല്ലെ പട്ടോളിയച്ചൻ പറഞ്ഞ ഞങ്ങൾ തല കുത്തിയെന്ന് കുർബാന വരുന്നോ? ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഏക ലക്ഷ്യമുള്ള കുർബാന, പരിശുദ്ധ പിതാവ് പറഞ്ഞ കുർബാന, സിനഡ് എടുത്ത കുർബാന. ആ കുർബാന എല്ലാ പള്ളികളും നടത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് കള്ളത്തര പറഞ്ഞു? ഞങ്ങൾ എന്ത് കള്ളവിശ്വാസികളാന്ന് അച്ഛൻ പറയണേ? ഞങ്ങളെ അച്ഛനാണ് ജയിലിൽ അടക്കി സത്യവിശ്വാസികളെ. ഞങ്ങൾ പോവാൻ തയ്യാറാ. കർത്താവിനെ നിങ്ങൾ കുരിശുമ തറച്ചില്ലേ? മതപുരോഹിതരല്ലേ? തെറ്റല്ലേ ചെയ്തത്? എന്നിട്ട് കർത്താവ് ഈ 2000 വർഷം കൊണ്ട് എവിടെ എത്തിയെന്ന്? ലോകത്തെ ഏറ്റവും വലിയ മതം നമ്മുടെ ആയില്ലേ? അപ്പൊ ഇത് ഇനി നിങ്ങൾ ഇതിനെ തല്ലിടിയിക്കാൻ വേണ്ടി വരല്ലേ? നമുക്ക് ഈ സഭയ്ക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതിന് നിങ്ങൾ മലീമസമാക്കാമല്ലേ? അച്ഛൻ ഇതിനു മുമ്പ് ഒരു സർക്കുലർ ഇറക്കിയല്ലോ. അച്ഛന് കഴിഞ്ഞ മെയ് 27, 2025 മെയ് 27 അച്ഛൻ കുറച്ച് അച്ഛന്മാരെ പേരൊന്നും പറയാതെ ഒരു നോട്ടീസ് ഇറക്കിയില്ലേ? ഞങ്ങൾ പറയാൻ പേര് ജോഷി അച്ഛനുണ്ടല്ലോ, ജോഷി വേഴപ്പറമ്പൻ.
ആ അച്ഛനൊക്കെ ശീഷ്മയിലുള്ളതാ. അങ്ങനെയൊന്നും ആ മൂന്നാലഞ്ച് അച്ഛന്മാരെയൊക്കെ പേരൊന്നും പറയാതെ ഒരു ചെറിയ നോട്ടീസ് ഇറക്കി അവരെയൊക്കെ നിങ്ങൾ ഉള്ളിലാക്കി, കുഴപ്പമില്ല. അവര് ഇപ്പൊ തെറ്റ് ചെയ്യുന്നവനും തെറ്റ് ചെയ്യാതിരിക്കുന്നവനും ഒക്കെ ഒരേപോലെയാന്ന് പറയണത്. ഇത് എന്തൊരു ന്യായം ഇതിനകത്ത് നമുക്ക് മനസ്സിലാകണില്ല. പറയുന്നതിൽ ഒരു അല്പം അല്പം ഒരു എന്തെങ്കിലും ഒരു അല്പം ഒരു കണുകുമണിയോടത്തോളം സത്യം വേണം. എൻ്റെ പൊന്നച്ചു, അച്ഛനെയൊക്കെ പി ആർ ഒ ആക്കിയത് എന്തോ ഗതികേട് കൊണ്ട് നമ്മുടെ സഭയെ നശിപ്പിക്കാനാണോ? ഇത് നമ്മള് എന്ത് അച്ഛന്റെ വാക്കുകളൊക്കെ ആ ഷൈജു ആന്റണിയുടെ വാക്കുകളല്ലേ? ആ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അച്ഛന്റെ വാക്കുകള്. അച്ഛൻ കണ്ണടച്ച് ഇരുട്ടാക്കാണെന്നേ. എന്തുകൊണ്ട് ആ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കാല് വെട്ടുന്നു പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തില്ലല്ലോ? എന്ത് എടുക്കാൻ ഞങ്ങൾ ആരെയും പറഞ്ഞു? ഞങ്ങൾ ആരെയും ഒരു കോലം കത്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെയും ഇതേ സഭയെ നിഷേധിച്ചിട്ടുണ്ടോ? വേണ്ട. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അവിടെ കരിങ്കൊടി കാണും. ഞങ്ങളുടെ പരിധി വിട്ട് പിതാവെ. എന്നിട്ട് ഞാനൊന്നും പുറത്തേക്ക് ഇറങ്ങി, ഞാൻ പള്ളിക്കകത്തിരിക്കായിരുന്നു. ഞങ്ങൾ കുറെ പേര് 100-100 പേര് പള്ളിക്കകത്തിനൊക്കെയാണ്. 100-200 പേര് അവിടെ പുറത്തുനിന്ന് കരിങ്കൊടി കാണിച്ചു. അതിന്റെ വീഡിയോ കണ്ടു. അപ്പൊ നിങ്ങളിപ്പോ പറയണ കൈവരലും വേണ്ടെന്ന് പറയണേ. കൈവരല് 10-25 കൈ വേണ്ടി വരും. അതായത് കുറച്ച് വിമത ശിഷ്മയിലുള്ള അച്ഛന്മാരുടെ കൈയൊക്കെ വേണ്ടി വരും ഞങ്ങളെ എണ്ണണേ. കാരണം ആ ഫോട്ടോ ഒന്ന് കണ്ടാൽ മതി, കൈവരലും എണ്ണാൻ പറ്റുമോ? അച്ഛൻ എന്ത് തോന്നിയവാസമായി പറയാൻ. അച്ഛന് എന്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്തെങ്കിലും. അച്ഛനോട് വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞിട്ടില്ല, അല്പം സത്യം പറയാൻ പഠിക്കും. അച്ഛന് കുർബാനയില്ലാണല്ലേ. ഇത് വളരെ മര്യാദകേട് ആൾക്കാരെ പറഞ്ഞു വെച്ചിപ്പോ ഞങ്ങൾ കുറ്റക്കാരെ വാദിയെ പ്രതിയാക്കാം. എന്റെ പൊന്നച്ഛ, അച്ഛനോടൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ അതിയായ വിഷമമുണ്ട്. ഞങ്ങളിപ്പോഴും ഏതച്ഛന്മാരെ കണ്ടാലും ബഹുമാനത്തോടുകൂടി പറയുകയും എല്ലാ പിതാക്കന്മാരോടും ബഹുമാനത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളൊരിക്കലും അവരെ പോലെയുള്ള മൃഗതുല്യമായിട്ട് ഇതുവരെ സംസാരിച്ചില്ല. അങ്ങനത്തെ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ട് പോകുന്നവരാ. അപ്പൊ ഞങ്ങളെ ഇപ്പൊ അച്ഛൻ ജയിലിൽ അടപ്പിക്കാൻ വേണ്ടി നോക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കാനും നോക്ക്. വേണ്ട, 3 ലക്ഷം രൂപ കൊടുത്തിട്ടാണല്ലോ അച്ഛന്റെ ആ തോമസ് മങ്ങാട്ട് അച്ഛൻ. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താണ്. കാരണം എന്തു പറഞ്ഞാലും ഈ പോത്തിന്റെ ചെവിയില് കിന്നര് ഊതിയിട്ട് കാര്യമില്ല, കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ജനങ്ങളും അനങ്ങണില്ല. ഒക്കെ ശരിയാന്ന് പറയാണല്ലോ. അച്ഛനോട് ലാസ്റ്റ് ഒരു ചോദ്യോടും ചോദിക്കാണ്. നമ്മുടെ തോമസ് മങ്ങാട്ടച്ഛനെ, ആ ബസിലിക്ക വികാരി അച്ഛനെ 3 ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ ആ പള്ളിക്കകത്തേക്ക് കയറാനുള്ള ഒരു അനുവാദം മേടിച്ചത്? എന്നിട്ട് അച്ഛൻ പോയി പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഞാനാ വാതിൽ തുറന്നു കൊടുത്തതേ. ഞങ്ങളൊക്കെ വാതിൽ തുറന്നു കൊടുത്ത അച്ഛൻ, ഞങ്ങൾ എല്ലാ ബസിലിക്കക്കാരും ഉണ്ടേ. അവരും അച്ഛൻ മാന്യമായിട്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. 3 ലക്ഷം രൂപ എന്തിനാ എന്റെയൊക്കെ ആവശ്യം? അച്ഛൻ എപ്പോ വേണമെങ്കിലും അവിടെ വന്ന് പ്രാർത്ഥിക്കാം, ആർക്കും വന്ന് പ്രാർത്ഥിക്കാം. അതിനൊരു കുഴപ്പമില്ല. ഒരു തടസ്സം ആരും ചെയ്യില്ലല്ലോ. ഞങ്ങൾ എന്ത് തടസ്സം ആരും ചെയ്യണം? ഇതേ ആ പള്ളി വളരെ വൃത്തിയാക്കി ചെയ്യുന്നതാണ്. ഞാൻ പ്രത്യേകിച്ചും ഇന്നലെ 13 ഡീക്കന്മാരുടെ ആ കൊച്ചന്മാരുടെ ഇന്നലെ പട്ടം കിട്ടിയവരുടെ ആളുകളവിടെ വന്നപ്പോ പല കന്യാസ്ത്രീമാരും വന്നു. അത് നിങ്ങളൊരു മൂത്രപ്പുര പോലും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നപ്പോ ഞാൻ അവിടേക്ക് അവരെ ആ മൂത്രപ്പുര കാണിച്ചു കൊടുത്തു. അവിടെ അത് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. ജനസിനെ അങ്ങോട്ട് തിരിച്ചു വിട്ടു. അതൊക്കെ കഴിയവനെ ഞാൻ. അത് കഴിയും 3-4 പ്രാവശ്യം കഴിവ് വൃത്തിയാക്കി എടുത്തപ്പോ എന്നോട് പല സിസ്റ്റർമാരും എന്നോട് ചോദിച്ചു, നിങ്ങളെ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു സഭയുടെ ആൾക്കാർ നിങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഞങ്ങളോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചതേ. എത്രയോ കുടുംബക്കാര് അവിടെ വന്ന ആൾക്കാര്, പല ആടവക്കാരും ഉണ്ടായില്ലേ പട്ടം കിട്ടിയ അച്ഛന്മാരെ ഒക്കെ കാഞ്ഞൂരിന്ന് വളർന്നൊക്കെ ഞാൻ അറിയണ പല അച്ഛന്മാരെ ഡീക്കന്മാരവിടെ വന്നത്. അപ്പൊ അവരൊക്കെ കുടുംബക്കാർക്ക് മനസ്സിലായി ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളും ഞങ്ങളുടെ യാമപ്രാർത്ഥനയും കൊന്തയൊക്കെ കണ്ടപ്പോ അവർക്കൊക്കെ ബോധ്യം വന്നു. ഈ ഷൈജു ആന്റണിക്കും ചില വിമത അച്ഛന്മാർക്ക് മനസ്സിലാവില്ല. അവര് മനസ്സിലാക്കുകയും വേണ്ട, അവരൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവര് സഭയുടെ അനുസരണക്കേടിന്റെ മക്കളെ സഭയിൽ നിന്ന് പുറത്തു പോകാനുള്ളവരാ. ഇപ്പൊ വാദ്യ പ്രതിയാക്കല്ലേ നല്ല അപേക്ഷയോടെ എല്ലാവർക്കും സ്തുതി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ക്രൈസ്റ്റ്.